നമ്മ ചൈതന്യചരാമത്തിലെ ആദ്യ ലീലയിലെ 2-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകം. തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ചൈതന്യചരാമത്തിലെ ആദ്യ ലീലയിലെ 2-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. യദ്വൈതം ബ്രഹ്മോപനിഷദി തദപശ്യതനുപായാത്മാന്തര്യാമി പുരുഷ ഇതി സോസ്यांശ വിഭവ ഷഡൈശ്വര്യപൂർണോ യ ഇഹ ഭഗവാൻ സ സ്വയമായം ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരമിഹ യത് അദ്വൈതം ബ്രഹ്മോപനിഷദി തദപശ്യതനുപായാത്മാന്തര്യാമി പുരുഷ ഇതി സോസ്यांശ വിഭവ ഷഡൈശ്വര്യപൂർണോ യ ഇഹ ഭഗവാൻ സ സ്വയമയം ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരമിഹ യദദ്വൈതം ബ്രഹ്മോപനിഷദി തദപശ്യതനുപായാത്മാന്തര്യാമി പുരുഷ ഇതി സോസ്यांശ വിഭവ ഷഡൈശ്വര്യപൂർണോ യ ഇഹ ഭഗവാൻ സ്വയമയം ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരമിഹ. ശബ്ദാർത്ഥം. യത് ഏതോ അത്, അദ്വൈതം രണ്ടില്ലാത്ത, ബ്രഹ്മ അവ്യക്തിഗത ബ്രഹ്മം, ഉപനിഷതി ഉപനിഷത്തുകൾ, തത് അത്, അഭി തീർച്ചയായും, അസ്യ അദ്ദേഹത്തിന്റെ, തനുഭ ശരീര പ്രഭാരൂപം, യഹ ആര്, ആത്മാ പരമാത്മാവ്, അന്തര്യാമിയായ ഭഗവാൻ, പുരുഷഃ പരമോന്നത ആസ്വാദകൻ, ഇതി ഇപ്രകാരം, സഹ അദ്ദേഹം, അസ്യ അദ്ദേഹത്തിന്റെ, അംശവിഭവ അംശവിസ്തരണം, ഷഡ് ഐശ്വര്യ 6 ഐശ്വര്യങ്ങളോടും കൂടി, പൂർണ്ണഃ പൂർണ്ണമായ, യഹ ആര്, ഇഹ ഇവിടെ, ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, സഹ അദ്ദേഹം, സ്വയം അയം ഈ ഒന്ന്, ന അല്ല, ചൈതന്യാത് ചൈതന്യനല്ലാതെ, കൃഷ്ണനല്ലാതെ, ജഗതി ഈ ലോകത്തിൽ, പര ഉയർന്ന, തത്വം സത്യം, പരം മറ്റ്, ഇഹ ഇവിടെ. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അവ്യക്തിഗത ബ്രഹ്മം എന്ന് ഉപനിഷത്തുകൾ വിവരിക്കുന്നത് ഏതിനെയാണോ അത് അവിടുത്തെ ശാരീരിക പ്രഭാപൂരം മാത്രമാകുന്നു. അന്തര്യാമിയായ പരമാത്മാവായി അറിയപ്പെടുന്നതോ അവിടുത്തെ സ്ഥാനീയമായ അംശവൈഭവവും ഷഡൈശ്വര്യങ്ങളാൽ സമ്പൂർണനായ പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ആകയാൽ പരിപൂർണ സത്യമായ ശ്രീ ചൈതന്യനു തുല്യമായോ ഉപരിയായോ മറ്റൊരു സത്യവും ഇല്ല തന്നെ. ഭാവാർത്ഥം. നമ്മൾ ഒരു പാരാഗ്രാഫ് വായിച്ചിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. കാരണം ഇത് 6-7 പാരാഗ്രാഫ്സ് ഉണ്ട്. അപ്പം ഓരോരോ പാരാഗ്രാഫ് എടുത്ത് വായിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഓർത്തെടുക്കാനും മനസ്സിലാക്കാനും എളുപ്പമുണ്ടാവും. ഭാവാർത്ഥം. ഉപനിഷത്തുകൾ സംഗ്രഹിച്ചവർ അവ്യക്തിഗത ബ്രഹ്മത്തെ ഉയർത്തി പറയുന്നു. ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടുന്ന ബോധദീപ്തിക്കായി ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കുന്ന മനുഷ്യരെ ഉദ്ദേശിച്ചുള്ളതാണ് വൈദിക സാഹിത്യങ്ങളുടെ ഏറ്റവും ഉത്കൃഷ്ട ഭാഗമായി കണക്കാക്കപ്പെടുന്ന ഉപനിഷത്തുകൾ. എന്ന പ്രത്യയം പരമസത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് സ്വീകരിക്കണമെന്ന് ധ്വനിപ്പിക്കുന്നു. ആധ്യാത്മിക ഗുരുവിൽ വിശ്വാസമുള്ള ഒരുവന് ദിവ്യോപദേശം ലഭിക്കുന്നു. അപ്രകാരം
ഭൗതിക ആസക്തി ശിഥിലമാക്കുമ്പോൾ അവന് ആധ്യാത്മിക പാതയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയുന്നു. ഉപനിഷത്തുകളിലെ ദിവ്യജ്ഞാനം ഒരുവനെ ഭൗതിക അസ്തിത്വത്തിലെ കുരുക്കുകളിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ മോചിതനായി കഴിയുമ്പോൾ അവൻ ആത്മീയ പുരോഗതിയിലൂടെ ഭഗവത്ധാമത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം. ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജൻ സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനഗൃത ശ്രീ വിശാഖാൻ വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ 2-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. അപ്പം ഈ 2-ാം അധ്യായം എന്ന ഒരു അധ്യായം നമുക്കറിയാം. ഈ അധ്യായത്തിന്റെ പേര് തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് ശ്രീല കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ ആയ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം, അപ്പൊ ഭഗവാന്റെ ശരീരത്തിലെ തേജസ്സാണ് ബ്രഹ്മജ്യോതി എന്നും പിന്നെ അതുപോലെ തന്നെ എല്ലാ ജീവസത്തുക്കളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനീയ പരമാത്മാവും ഭഗവാന്റെ ഭാഗികമായിട്ടുള്ള ഒരു എക്സ്പാൻഷനുമാണ് എന്നുള്ള കാര്യവും ഒക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇന്ന് ഈ 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ശ്ലോകം നമ്മൾ മുമ്പ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകമായിട്ട് ഇതേ ശ്ലോകം തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും അതിലെ പ്രമുഖമായിട്ടുള്ള 10-14 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളിൽ വീണ്ടും ഈ ഒരു 2-ാമത്തെ അധ്യായത്തിൽ അതിൽ ഓരോരോ ശ്ലോകങ്ങൾ എടുത്ത് അതിനെ വീണ്ടും വിശകലനം ചെയ്യാണ് ചെയ്യുന്നത്. വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കാരണം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പിന്നെ ഓരോ ശ്ലോകങ്ങൾ എടുത്ത് അതിന് വിവർത്തനം കൊടുക്കുന്നു. പിന്നെ ശീല പ്രഭുപാദ് ആചാര്യന്മാരുടെ കമന്ററി അനുസരിച്ച് നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. സോ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെന്താണ് പറയുന്നത്? ഹരേ കൃഷ്ണ, ആരോ അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ഒരു അധ്യായത്തില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവ്യക്തിഗത ബ്രഹ്മത്തെ പറ്റിയാണ് ആദ്യത്തെ ഈ ഒരു നമ്മൾ വായിച്ച പാരഗ്രാഫിൽ പറയുന്നത്. അപ്പം ഈ അവ്യക്തിഗത ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരത്തിൽ വരുന്ന ആ പ്രഭാരൂപത്തിനെയാണ് അവ്യക്തിഗത ബ്രഹ്മമായിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു അവ്യക്തിഗത ബ്രഹ്മത്തിനെ പറ്റിയാണ് നമ്മൾ ഉപനിഷത്തുകൾ കൂടുതലായിട്ട് അതാണ് ഏറ്റവും വലുതെന്നാണ് ആക്ച്വലി ഉപനിഷത്തുകൾ വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ ചിന്തിക്കുന്നത്. കാരണം ആ അവ്യക്തിഗത ബ്രഹ്മമാണ് ഏറ്റവും ഉയർന്നതെന്നും ആ അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് ഏറ്റവും ഒരു വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള പരിപൂർണത എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം ഇതാണ് അവ്യക്തിഗതവാദികൾ അവര് ചിന്തിക്കുന്നത്. കാരണം അവര് അവ്യക്തിഗതയിൽ എന്താണ് ചെയ്യുന്നത്? ഈ ജ്ഞാനമൊക്കെ അവർ മനസ്സിലാക്കി എടുത്തിട്ട് അവസാനം അവർ ബ്രഹ്മത്തിൽ പോയി ലയിക്കുക, അതാണ് ഏറ്റവും ഉയർന്നത് എന്ന് ചിന്തിക്കുന്നു. പക്ഷെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഭഗവത്ഗീതയിലായാലും ഭഗവാൻ പറയുന്നു, നത്യോഹം ജാതുനാശം നത്വ നേപേ ജനാധിപ.
ചൈവ ഭവിഷ്യാമ സർവേ അധപരം. അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത്? അപ്പം ഈ യുദ്ധക്കളത്തിലുള്ള ഓരോ വ്യക്തികളും മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ടാവുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും ഒരു വ്യക്തി, ഒരു ജീവാത്മാവിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല എന്ന് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ എന്നും ഭഗവാനും, ജീവാത്മാക്കൾ എന്നും ജീവാത്മാക്കളാണ്. ഒരിക്കലും ജീവാത്മാക്കൾ ഭഗവാനാവുന്നില്ല, അല്ലെങ്കിൽ ജീവാത്മാക്കൾ ഒരിക്കലും ഭഗവാന്റെ ബ്രഹ്മജ്യോതിഷിൽ തേജസ്സിൽ പോയി ലയിക്കുന്നുമില്ല. അതാണ് പരമമായിട്ടുള്ള ജ്ഞാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ജ്ഞാനത്തിനെ പറ്റിയാണ് നമുക്ക് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷെ ഉപനിഷത്തുകളിൽ എന്താ സംഭവിക്കുന്നത്? അവർ വായിച്ച ആൾക്കാർ അവർ ഒരു സ്ഥലത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതാണ് ശരി, അല്ലെങ്കിൽ അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് അത് ശരി എന്ന രീതിയിലാണ് അവര് അതിനെ കോട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും, നമുക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു പരമസത്യത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പ്രാമാണികമായിട്ടുള്ള ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ കഴിവുകൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം കൊണ്ട് മാത്രമാണ് ആധ്യാത്മിക ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് പറയുന്നത്? അപ്പം ഇതിലും പറയുന്ന പോലെ തന്നെ അല്ലെ, ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു ഭാവാർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരമസത്യത്തിനെ കുറിച്ചുള്ള ജ്ഞാനം ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ആധ്യാത്മിക ഗുരുവര്യന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രാമാണികമായിട്ടുള്ള 4 പരമ്പരയിൽ നിന്ന് വരുന്ന ഗുരുവര്യം, നമുക്ക് പരമ്പരകളുണ്ട്. ആ പരമ്പരയിൽ നിന്നാണ് നമ്മളത് കേട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു പ്രാമാണികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ആൾക്കാർ പല പല കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ മാനസിക ഊഹാപോഹങ്ങളിലൂടെയും, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ അതുകൊണ്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഉപനിഷത്തിന്റെ ജ്ഞാനത്തിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് പല പല ജ്ഞാനങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ജ്ഞാനവും, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വിദ്യ പഠിപ്പിച്ചു തരാനുള്ള ജ്ഞാനവും, ഇല്ല, അപ്പൊ അങ്ങനെ പല പല ജ്ഞാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഒരു ഉപനിഷത്തുകളിലും, അല്ലെങ്കിൽ നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളും തരുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജ്ഞാനമാണ്. കാരണം എന്താണ്? അത് നമ്മൾ എങ്ങനെ നമ്മുടെ ഭൗതിക കുരുക്കിൽ നിന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് അതിൽ നിന്നൊരു മോക്ഷം നേടി തിരിച്ച് നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും ഭഗവാന്റെ ധാമത്തിൽ പോയി സേവിക്കാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം. അപ്പൊ ആ ജ്ഞാനമാണ് നമുക്ക് ഈ ഒരു ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ഒരു പാരാഗ്രാഫിലോട്ട് പോവാം. ആധ്യാത്മിക ബോധദീപ്തിയുടെ പ്രാരംഭം ആധ്യാത്മിക ബോധദീപ്തിയുടെ പ്രാരംഭം അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരമാണ്. അത്തരം സാക്ഷാത്കാരം ഫലവത്താകുന്നത് ഭൗതിക വൈവിധ്യങ്ങളുടെ ക്രമാനുഗതമായ നിഷേധത്തിലൂടെയാണ്. ഒരുവൻ യുക്തിപരമായ സമീപനത്തിലൂടെ നേടുന്ന പരമസത്യത്തിന്റെ ഭാഗികവും വിദൂരസ്ഥവുമായ അനുഭവമാണ് അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം. അതിനെ ഒരുവൻ വിദൂരതയിൽ നിന്ന് കാണുന്ന ഒരു മലയെ പുകമേഘമായി കരുതുന്നതിനോട് താരതമ്യപ്പെടുത്തുന്നു. ഒരു മല പുകമേഖല അല്ല, പക്ഷേ വിദൂരതയിൽ നിന്നുള്ള നമ്മുടെ അപൂർണമായ കാഴ്ചപ്പാട് മൂലം അങ്ങനെ തോന്നിക്കുന്നതാണ്. നിരപേക്ഷ സത്യത്തിന്റെ അപൂർണമായ അഥവാ പുക നിറഞ്ഞ സാക്ഷാത്കാരത്തിന്റെ ആധ്യാത്മിക വൈവിധ്യത്തിന്റെ അഭാവം എടുത്തു പറയേണ്ടതുണ്ട്. അതിനാൽ ഈ അനുഭവത്തെ അദ്വൈതവാദം അഥവാ പരമസത്യമായ ഏകത്വം എന്ന് വിളിക്കുന്നു. അവ്യക്തിഗത ബ്രഹ്മജ്യോതി എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരരശ്മികളുടെ പ്രഭാരൂപം മാത്രമാണ്. ശ്രീ ഗൗരസുന്ദരൻ അഥവാ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണനിൽ നിന്ന് അഭിന്നനായതിനാൽ അവിടുത്തെ ദിവ്യ വപുസ്സിലെ രശ്മികൾ അടങ്ങിയതാണ് ബ്രഹ്മജ്യോതി. അപ്പം ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ പറയുന്നത് എന്താണ് അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം. അപ്പൊ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് 3 തലങ്ങളിലാണ് ആക്ച്വലി. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ നമുക്കറിയാം, ഒന്ന് അവ്യക്തിഗത ബ്രഹ്മത്തിനെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത്, പിന്നെ നമുക്ക് പരമാത്മാ സാക്ഷാത്കാരം, പിന്നെ നമുക്ക് അറിയുന്നത് ഭഗവാൻ സാക്ഷാത്കാരം. അപ്പൊ 3 സ്റ്റേജസ് ആണ് ശരിക്കും നോക്കുകയാണെങ്കിൽ. നമുക്കറിയാം, ഇതും ശ്രീമദ് ഭാഗവത്തില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വദന്തി തത്വ വിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത. അപ്പൊ പരമസത്യത്തെ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. അപ്പം ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഇപ്പൊ എന്താണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ? അപ്പൊ
ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രശ്മികളെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. പിന്നെ പരമാത്മാ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ അദ്ദേഹം സ്ഥാനീയ പരമാത്മാവായിട്ട് ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നുണ്ട്. പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് പരമദ്യൂത പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ, അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു. അപ്പൊ നമുക്ക് ഇതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? അപ്പം ഇതിൽ പറയുന്നതാണ് അത്തരം സാക്ഷാത്കാരം ഫലവത്താകുന്നത് ഭൗതിക വൈവിധ്യങ്ങളുടെ ക്രമാനുഗതമായ നിഷേധത്തിലൂടെയാണ്. അപ്പം എല്ലാം ഒന്നാണെന്നുള്ള ചിന്താഗതിയാണ് ഈ അവ്യക്തിഗത ബ്രഹ്മവാദികൾ പറയുന്നത്. അപ്പം എല്ലാം ഒന്നാണ്, ഇപ്പം എല്ലാം ബ്രഹ്മത്തിലോട്ട് ലയിക്കുന്നു, ഒന്നും വൈവിധ്യമേ ഇല്ല എന്നുള്ള ചിന്താഗതിയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈവിധ്യം, എവിടെ പോയാലും നമുക്ക് വൈവിധ്യം കാണാൻ നമുക്ക് സാധിക്കും ലോകത്തിൽ അല്ലെ. നമുക്ക് ഇവിടെയും പല പല വൈവിധ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആധ്യാത്മിക ലോകത്തിലും വൈവിധ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്ക് അത്രയും വൈവിധ്യമുണ്ട്. വൈവിധ്യം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആക്ച്വലി ആനന്ദം ഉണ്ടാവുള്ളൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ ഈ അവ്യക്തിഗതവാദികൾ അവര് പറയുന്നത് പരമസത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അവ്യക്തിഗത ബ്രഹ്മമാണെന്നും ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയാണ് ഏറ്റവും വലിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു ദൂരത്ത് നിന്ന് ഒരു മലയെ നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പൊ ആ മലയുടെ മുകളിൽ നമുക്കറിയാം മേഘങ്ങൾ ഉണ്ടാവും. അപ്പൊ അപ്പൊ നമ്മളെന്താ ചിന്തിക്കുന്നത്? അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ അപ്പം ഒരു വ്യക്തി ചിന്തിക്കാം ആ മല എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് മലയുടെ മുകളിലെ മേഘം എന്ന് പറയുന്ന ഒരു പുക വരുന്ന പോലെ ഒരു മേഘം ആയിട്ട് തോന്നും. ആ മലയെ നമ്മൾ ചിലപ്പോൾ നോക്കും. അത് കാരണം എന്താണ്? നമ്മൾ അപൂർണമായ കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജസ്റ്റ് ഒരു മലയിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു പുക വരുന്നുണ്ട് നമ്മൾ ചിന്തിക്കും. അപ്പം ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീല പ്രഭുപാദും ഒരു ലെക്ചറിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ തിരുപ്പതിയിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് മലകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആൾക്കാർ ദൂരത്ത് നമുക്ക് കാണുമ്പോൾ ഒരു സംഭവത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. നമ്മൾ അതിന്റെ അടുത്തോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ദൂരത്തിലോട്ട് ആ തിരുപ്പതിയിൽ പോകുന്ന വ്യക്തികൾ ചിലപ്പോൾ ചിന്തിക്കും, മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പച്ച കളറാണ് നമ്മൾ ചിന്തിക്കും, അതാണ് മല എന്ന് ചിന്തിക്കുന്നത് ഒരു വ്യക്തി ചിന്തിക്കണം. മല എന്ന് പറഞ്ഞാൽ പച്ച കളർ ആണ്, അതാണ് മല എന്ന് ചിന്തിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമല്ല. ഒരു വ്യക്തി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും അവിടെ കുറച്ച് വൃക്ഷങ്ങളുണ്ട്, പൂക്കളുണ്ട്, പുഷ്പങ്ങളുണ്ട്, മലയിൽ കുറച്ച് അരുവികളൊക്കെ പോകുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. പിന്നെ വീണ്ടും ആ മലയിലകത്ത് കയറി നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കും അവിടെ ഒരുപാട് കായ്കളും പിന്നെ പല ആൾക്കാരും അതിലൂടെ നടന്നു പോകുന്നതും മലയിൽ നമുക്ക് പല രീതിയിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പം ഒരു വ്യക്തി ആക്ച്വലി പൂർണ്ണമായിട്ടും ആ മലയിൽ കയറി നോക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഭാഗികമായിട്ടുള്ള സാക്ഷാത്കാരം മാത്രമാണ്. അതുപോലെയാണ് ഈ നമ്മൾ എന്താ പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ അവ്യക്തിഗത ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ സാക്ഷാത്കാരം എന്ന് പറയുന്നത് പൂർണ്ണമല്ല. ഭഗവാൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രഹ്മജ്യോതിസ് അല്ലെങ്കിൽ പ്രകാശം മാത്രമാണെന്ന് ചിന്തിക്കുന്നതാണ് അവ്യക്തിഗത ബ്രഹ്മത്തിന്റെ ആ ഒരു സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അതുപോലെ പരമാത്മാവ് ചൈതന്യ മഹാപ്രഭുവിന്റെ സമഗ്ര പ്രതിരൂപമാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് ജീവസത്തകളുടെ നിയന്താവാണ്. ഇത് ഭഗവത്ഗീതയിൽ 15:15 സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ കൃഷ്ണ ഭഗവാൻ പറയുന്നു, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭഗവത്ഗീത 5:29 ഇതും പറയുന്നു. ഭോക്താരാം യജ്ഞ തപസ്സാം സർവ്വലോക മഹേശ്വരം, പരമാത്മാഭാവത്തിൽ വർത്തിക്കുന്ന ഭഗവാൻ എല്ലാത്തിന്റെയും ഉടമയാകുന്നു. അതുപോലെ ബ്രഹ്മസംഹിത 5:35 പറയുന്നു, അണ്ടാന്തരസ്ഥം പരമാണ് ചയാന്തരസ്ഥം, ഭഗവാൻ എല്ലായിടത്തും സന്നിഹിതനാണ്. എല്ലാ ജീവസത്തുകളുടെയും ഹൃദയത്തിലും അതുപോലെ ഓരോ പരമാണുവിലും അപ്രകാരം ഈ പരമാത്മാ രൂപേണ ഭഗവാൻ സർവ്വവ്യാപിയാകുന്നു. അപ്പൊ ഇവിടെ പരമാത്മാ സാക്ഷാത്കാരത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഭഗവാൻ പരമാത്മാ രൂപേണ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഉള്ള കാര്യം നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകവും പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മസംഹിതയിലുള്ള ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ ശക്തി എക്സ്പാൻഡ് ചെയ്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും പരമാത്മാ രൂപേണ അദ്ദേഹം കുടികൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം അതേ സമയത്ത് അപ്പൊ അങ്ങനെ ഭഗവാൻ പരമാത്മാ രൂപേണ കുടികൊള്ളുന്ന സമയത്തും ഭഗവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഓൾറെഡി അദ്ദേഹം ഗോലോകവൃന്ദാവനത്തിലുണ്ട്. അപ്പൊ ഇത് ഭഗവാന്റെ എക്സ്പാൻഷൻ മാത്രമാണ്. അപ്പൊ പരമാത്മാ രൂപേണ ഓരോ ജീവാത്മാവിന്റെ ഹൃദയത്തിലും ഓരോ പരമാത്മാവുണ്ടോ. ആ പരമാത്മാ രൂപേണ ഭഗവാൻ അവിടെ എന്താണ് ചെയ്യുന്നത്? ഉപദൃഷ്ട അനുമന്ത അല്ലെ, അദ്ദേഹം വിറ്റ്നസ് ചെയ്യുന്നു, സാക്ഷ്യം ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക്
ഭഗവത് സാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതും രണ്ടാമത്തെ സ്റ്റേജ് മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു മലയെ കണ്ട മല പച്ചയാണെന്ന് ചിന്തിക്കുന്നതാണ് ഇംപേഴ്സണൽ റിയലൈസേഷൻ, അല്ലെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് മരങ്ങളും കുറച്ച് ചെടികളൊക്കെ, പൂക്കളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അത് രണ്ടാമത്തെ സ്റ്റേജാണ്. അതാണ് പരമാത്മാ സാക്ഷാത്കാരം. പിന്നെ അടുത്തതാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള ഭഗവാൻ എന്ന സാക്ഷാത്കാരം. ഭഗവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തി എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും പരമാത്മാ രൂപേണ കുടികൊള്ളുന്നുമുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിന്റെ തേജസ്സിനെയാണ് നമ്മൾ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്, ആ വ്യക്തിഗത ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആക്ച്വലി ശ്രീമദ് ഭാഗവത്തിൽ 1-ാം സ്കന്ധം 2-ാമത്തെ 7-ാം ശ്ലോകത്തിലാണ് ഇത് വരുന്നത്. അപ്പൊ അതില് വളരെ വ്യക്തമായിട്ടും ശ്രീല പ്രഭുപാദ അതൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, നമുക്കറിയാം. ഇപ്പൊ സൂര്യന്റെ ഒരു എക്സാമ്പിൾ എടുത്താണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ്, നമുക്കറിയാം ഒരു സൂര്യഗ്രഹം അല്ലെങ്കിൽ സൂര്യഗോളമുണ്ട്, അതിന്റെ അകത്തൊരു സൂര്യദേവനുണ്ട്, പിന്നെ സൂര്യഗ്രഹത്തിൽ നിന്ന് വരുന്ന സൂര്യരശ്മികളുമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ സൂര്യരശ്മികൾ എന്ന് പറയുന്നത് എന്താണ്, സൂര്യദേവൻ ഉണ്ടെങ്കിൽ സൂര്യഗോളമുള്ളൂ, സൂര്യഗോളം ഉണ്ടെങ്കിൽ സൂര്യരശ്മികളുള്ളൂ, അല്ലാതെ സൂര്യരശ്മികൾ ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ ഉണ്ടെങ്കിലേ പരമാത്മാ ഉള്ളൂ, പരമാത്മാ ഉണ്ടെങ്കിലേ ബ്രഹ്മജ്യോതിസുള്ളൂ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യരശ്മികൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ ഇപ്പോ കഥവ് തുറന്ന സമയത്ത് നമുക്കൊരു സൂര്യന്റെ വെളിച്ചടിക്കുകയാണ് അല്ലെ. അപ്പം ഈ സൂര്യരശ്മികൾ എന്ന് പറയുന്നത് ആ സൂര്യരശ്മികളെ മനസ്സിലാക്കുന്നതാണ് നമ്മൾ അവ്യക്തിഗത ബ്രഹ്മം അല്ലെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് സൂര്യരശ്മികളാണ് എല്ലാം എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ശരിയാണോ? ഭാഗികമായിട്ട് ശരിയാണ്, സൂര്യരശ്മികൾ ഉണ്ട്. പക്ഷെ അതിന് മുകളിൽ എന്താണുള്ളത്? സൂര്യരശ്മികൾ എവിടെ നിന്ന് വരുന്നു? അത് സൂര്യഗോളത്തിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ സൂര്യഗ്രഹത്തിൽ നിന്ന് വരുന്നു. അപ്പൊ ആ സൂര്യഗ്രഹമാണ്, ഇപ്പൊ ഒരു സൂര്യഗ്രഹമുണ്ട്, ആ സൂര്യഗ്രഹത്തിൽ നിന്നാണ് സൂര്യരശ്മികൾ വരുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ സാക്ഷാത്കാരം. അപ്പൊ അത് പരമാത്മാ സാക്ഷാത്കാരം പോലെയാണ്. അപ്പൊ എന്താണ്, ഭഗവാൻ പരമാത്മ രൂപേണ കുടികൊള്ളുന്നു, അതേസമയത്ത് ഭഗവാൻ അവ്യക്തിഗത ബ്രഹ്മമായിട്ടും കുടികൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയാലും പൂർണ്ണമായില്ല. കാരണം എന്താണ്, ഈ സൂര്യരശ്മികൾ വരാനുള്ള കാരണം എന്താണ്, അവിടെ ഒരു സൂര്യദേവൻ ഉള്ളതുകൊണ്ടാണ് അല്ലെ. അപ്പൊ സൂര്യദേവൻ ഉള്ളതുകൊണ്ടാണ് സൂര്യഗോളം ഉള്ളതും, ആ സൂര്യഗോളം ഉള്ളതുകൊണ്ടാണ് സൂര്യരശ്മികൾ വരുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ സൂര്യരശ്മികൾ എന്ന് പറയുന്നത് അവ്യക്തിഗത ബ്രഹ്മവും, സൂര്യഗോളം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, പരമാത്മാ സാക്ഷാത്കാരവും, പിന്നെ സൂര്യദേവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ സാക്ഷാത്കാരവുമാണ്. അപ്പം സൂര്യദേവൻ ഉണ്ടെങ്കിൽ സൂര്യഗോളവും സൂര്യരശ്മികളും ഉള്ളൂ. അതുപോലെ തന്നെ ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഭഗവാന്റെ പരമാത്മാ സാക്ഷാത്കാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അവ്യക്തിഗത ബ്രഹ്മവും ഉള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം ഇപ്പൊ ഈ രീതിയിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരാൾ ചിന്തിക്കുകയാണ്, ഒരു വ്യക്തി റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്റ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ രാത്രിയാണ്, അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്, എഞ്ചിനാണ് കാണുന്നത് അല്ലെ. അപ്പൊ എഞ്ചിന്റെ വരുമ്പോൾ ആദ്യം എന്താ കാണുക, ഫസ്റ്റ് ആ ഒരു എഞ്ചിന്റെ ഹെഡ്ലൈറ്റ് അല്ലെ, വെളിച്ചമാണ് കാണുന്നത്. അപ്പൊ വെളിച്ചമാണ് ട്രെയിൻ എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? ശരിയല്ല അല്ലെ, വെളിച്ചമാണ് ട്രെയിൻ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ കുറച്ചുകൂടി ആൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ട്രെയിൻ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും ഒരു എഞ്ചിൻ ഉണ്ട്, പിന്നെ എഞ്ചിൻ വലിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് കോച്ചുകളുമുണ്ട്. അപ്പം ട്രെയിൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനുണ്ട്, വെളിച്ചമുണ്ട്, പിന്നെ കുറച്ച് കോച്ചുകളാണോ എന്ന് പറയുന്നത് ശരിയാണോ? അത് നമുക്ക് പൂർണ്ണമായിട്ടും ട്രെയിനിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ആ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന ശേഷം ആൾക്കാർ കുറച്ചുപേർ ഇറങ്ങുന്നു, കുറച്ച് ആൾക്കാർ അതിലോട്ട് കയറുന്നു, എന്നിട്ട് ട്രെയിൻ പോകുന്നു. അപ്പൊ അതാണ് പൂർണ്ണമായിട്ടും ട്രെയിൻ എന്ന് പറയുന്ന, ട്രെയിനിനെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് അല്ലെ. അപ്പം ഒരു വ്യക്തി ട്രെയിനിനെ എപ്പോഴാണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്? ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു എഞ്ചിൻ ഉണ്ട്, എഞ്ചിനിൽ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്, അത് എഞ്ചിൻ ഒരുപാട് കോച്ചുകളെ വലിക്കുന്നു. അപ്പൊ ആ കോച്ചുകളിലുള്ള പാസഞ്ചേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ട്രെയിൻ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ സാക്ഷാത്കാരം. അതുപോലെ തന്നെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു പരമജീവിത പുരുഷനാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ പരമാത്മരൂപേണ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നുമുണ്ട്. അതേസമയത്ത് ഭഗവാൻ അദ്ദേഹത്തിന്റെ അവ്യക്തിഗത ബ്രഹ്മ ജ്യോതിസിലൂടെ അദ്ദേഹത്തിന് പ്രഭാവലയം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം. അപ്പൊ ഇതാണ് നമുക്ക് ആക്ച്വലി ശ്രീമദ് ഭാഗവതം വളരെ വ്യക്തമായിട്ടും ശാസ്ത്രവും പറഞ്ഞു തരുന്നത്. പക്ഷെ പല വ്യക്തികളും ഇപ്പൊ ജ്ഞാനികൾ എന്താ ചിന്തിക്കുന്നത്, ജ്ഞാനം മനസ്സിലാക്കി ഞാൻ ബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് ചിന്തിക്കുന്നു. അപ്പൊ അതും പൂർണ്ണമായിട്ടും സാക്ഷാത്കാരമല്ല. പിന്നെ രണ്ടാമത് ഇപ്പൊ യോഗികൾ എന്ത് ചിന്തിക്കുന്നു, ഒരുപാട് സിദ്ധികൾ കാക്ഷിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഒരുപാട് മെഡിറ്റേഷനും ഒക്കെ അവർ തപശ്ചര്യകൾ അനുഷ്ഠിച്ച് അവരെന്താ ചെയ്യുന്നത്, പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതാണ് ഏറ്റവും വലുത് എന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാം, ഏതൊരു വ്യക്തിയാണ് ഭഗവാൻ എന്നൊരു വ്യക്തിയെ മനസ്സിലാക്കി
അദ്ദേഹത്തിന് സേവനം ചെയ്ത് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുന്നത്, അദ്ദേഹത്തെ പ്ലീസ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ സാക്ഷാത്കാരം. അപ്പൊ അതാണ് നമുക്ക് ഭക്തിയോഗം പഠിപ്പിച്ചിരുന്നത്. നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ പല പല തപശ്ചര്യ അനുഷ്ഠിച്ച് ഈ ഒരു അവ്യക്തിഗത ബ്രഹ്മത്തിനെയും പരമാത്മ സാക്ഷ്യത്തിനും നേടിയ ശേഷമാണ് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഭക്തിയോഗത്തിലോട്ട് വരാൻ സാധിക്കുക. പക്ഷെ അത് നമുക്ക് ഇന്ന് ശീലപ്രഭുപാദിന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും ഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ട് നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് വന്നിരിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഭക്തിയോഗം എന്ന ഒരു പ്രക്രിയ, അതിലൂടെ നമുക്ക് വളരെ എളുപ്പമായിട്ടും ഭഗവാനെ സാക്ഷാത്കരിച്ച് സേവനം ചെയ്ത് നമ്മൾ ഭഗവാനായിട്ടുള്ള ആ പരിശുദ്ധ സ്നേഹബന്ധത്തിനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇനി അടുത്ത ഇതിലോട്ട് നടക്കാം. അതിനു പുറമെ ശ്രീചൈതന്യൻ എല്ലാ സമ്പത്തിന്റെയും ശക്തിയുടെയും കീർത്തിയുടെയും സൗന്ദര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും യജമാനനാണ്. എന്തെന്നാൽ അവിടുന്ന് ശ്രീകൃഷ്ണൻ തന്നെയാണ്. മഹാപ്രഭു പരിപൂർണൻ എന്ന് വിവരിക്കപ്പെടുന്നു. ശ്രീചൈതന്യൻ എന്ന ഭാവത്തിൽ അവിടുന്ന് ഒരു മാതൃകാ സന്യാസിയാണ്. ശ്രീരാമൻ ഒരു മാതൃകാ ചക്രവർത്തി ആയിരുന്നതുപോലെ ചൈതന്യ മഹാപ്രഭു സന്യാസ ദീക്ഷ സ്വീകരിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത്യന്തം അത്ഭുതകരമായ തത്വങ്ങൾ ദൃഷ്ടാന്തീകരിക്കുകയും ചെയ്തു. സന്യാസ ക്രമത്തിൽ ആരെയും അവിടുത്തോട് താരതമ്യം ചെയ്യാനാവില്ല. കലിയുഗത്തിൽ സന്യാസ ജീവിതം പൊതുവെ വിലക്കിയിട്ടുണ്ടെങ്കിലും ശ്രീചൈതന്യൻ അത് സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് പരിത്യാഗത്തിലും പൂർണ്ണനാണ്. മറ്റുള്ളവർക്ക് അവിടുന്ന് അനുകരിക്കാനാകില്ല. പക്ഷേ കഴിയുന്നിടത്തോളം അവിടുത്തെ കാലടികളെ പിന്തുടരാം. സന്യാസാശ്രമം സ്വീകരിക്കാൻ അയോഗ്യരായവരെ അത് സ്വീകരിക്കുന്നതിൽ ശാസ്ത്രത്തിന്റെ ശാസനങ്ങൾ വിലക്കിയിട്ടുണ്ട്. എന്നിരിക്കലും എല്ലാ ഐശ്വര്യങ്ങളുടെയും എന്ന പോലെ സമ്പൂർണ്ണ പരിത്യാഗത്തിന്റെയും പൂർണ്ണ രൂപമാണ് ചൈതന്യ മഹാപ്രഭു. ആയതിനാൽ അവിടുന്ന് പരമസത്യത്തിന്റെ അത്യുന്നത തത്വമാകുന്നു. ശ്രീചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് താത്വികമായി വിശകലനം ചെയ്യുമ്പോൾ അവിടുന്ന് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അഭിന്നനാണെന്നും അവിടുന്ന് തുല്യനോ ഉപരിയോ ആയി ആരുമില്ലെന്നും മനസ്സിലാക്കാൻ കഴിയും. ഭഗവത്ഗീത 7:7 ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നു, മത്തപരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ, എനിക്ക് ഉപരിയായ ഒരു സത്യവുമില്ല. അപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യം ഉപരിയായ ഒരു സത്യവുമില്ലെന്ന് ഇവിടെ സ്ഥിരീകരിക്കപ്പെടുന്നു. അപ്പം ഈ ഒരു ഇതിൽ പറയുന്നത് നമുക്കറിയാം, ഭഗവാന്റെ ഡെഫിനിഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും അഭിന്നരില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുയുടെ ഈ കലിയുഗത്തിൽ അവതരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഭഗവാൻ എന്ന ഒരു വ്യക്തി, നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ? ഒരു വ്യക്തി, നമ്മൾ കൃഷ്ണനെ ഭഗവാനായിട്ട് കാണുന്നു. അപ്പൊ എന്താണ് ഭഗവാൻ എന്നുള്ള കാര്യം നമുക്ക് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, അല്ലെ? എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞതാണ്? രണ്ട് വാക്കുകളാണ് സംസ്കൃതത്തിൽ, ഭഗവാൻ. ഭഗ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഐശ്വര്യങ്ങൾ. വാൻ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയാണോ ഐശ്വര്യങ്ങളെ ഉൾക്കൊള്ളുന്നത്, പ്രൊസസ് ചെയ്യുന്നത്, ആ വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാത്തിനും നമുക്ക് ഡെഫിനിഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ശാസ്ത്രങ്ങൾ എല്ലാത്തിനും വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻസ്, അല്ലെ, അതിന്റെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഭഗവാൻ എന്ന വാക്കിനെ നമുക്ക് വിഷ്ണു പുരാണത്തിലാണ് ഇത് വരുന്നത്. വിഷ്ണു പുരാണത്തിലെ ഒരു ശ്ലോകത്തിൽ 6:5:47 പരാശര മുനി അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ഭഗവാൻ എന്ന വ്യക്തി ആരാണെന്നും. അപ്പൊ ഭഗവാന്റെ ഡെഫിനിഷൻ എന്താണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു, ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യശ്ചൈവ സണ്ണം ഭഗ ഇതിങ്കണ അതിൽ പറഞ്ഞു. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? അപ്പൊ എന്തൊക്കെയാണ് ഐശ്വര്യങ്ങൾ ഉള്ളത്? അപ്പൊ 6 ഐശ്വര്യങ്ങളെയാണ് അതിൽ പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്? അതിൽ ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്ശ്രിയ. അപ്പൊ നമുക്ക് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങളാണ്? ഏറ്റവും ധനമുള്ള വ്യക്തി, അല്ലെ, ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി, പിന്നെ ഏറ്റവും അഴകുള്ള ഒരു വ്യക്തി, ഏറ്റവും ജ്ഞാനമുള്ള വ്യക്തി, പിന്നെന്താണ് പറയുന്നത്, ഏറ്റവും ത്യാഗമുള്ള വ്യക്തി, ഏറ്റവും ബലമുള്ള വ്യക്തി. അപ്പൊ ഇങ്ങനെ 6 കാര്യങ്ങളെ പറ്റിയാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ഇത് ഏതൊരു വ്യക്തിയാണ് ഇത് പൂർണ്ണമായിട്ടും ഉള്ളത്, ആ വ്യക്തിയാണ് യഥാർത്ഥമായിട്ടും ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു പൂർണ്ണമായിട്ടുള്ളത് കൊണ്ടാണ് അവരെ ഭഗവാൻ എന്ന് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയുന്നത്. നമുക്കറിയാം ഭൗതിക ലോകത്തിൽ പല പല വ്യക്തികൾ ഉണ്ടെങ്കിലും പക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ഒരുപാട് ധനികനായിരിക്കും, പക്ഷെ ആ വ്യക്തി അത്രയും സൗന്ദര്യമുള്ള വ്യക്തി ആണെന്നില്ല. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഒരുപാട് സൗന്ദര്യം ഉണ്ടാവും, പക്ഷെ അത്രയും ശക്തിയുള്ള വ്യക്തി ആണെന്നില്ല. പക്ഷെ അതേസമയത്ത് ഒരു വ്യക്തിക്ക് നല്ല ജ്ഞാനം ഉണ്ടാവും, പക്ഷെ അത്രയും വൈരാഗ്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗവാനെയാണ് നമ്മൾ ആക്ച്വലി ആരാധിക്കുന്നത്. കാരണം നമുക്കറിയാം എല്ലാത്തിലും
ഉയർന്ന ആളെ നമുക്ക് ഫോളോ ചെയ്യുന്ന നമ്മൾ പറയില്ലേ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയ വ്യക്തി. അപ്പൊ എല്ലാത്തിലും ഉയർന്ന വ്യക്തി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ആ ശ്രീകൃഷ്ണനെ പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും അദ്ദേഹത്തിന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷവും ആനന്ദവും നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഇതിൽ ആ പരിപൂർണ്ണം മാത്രമേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ശ്രീരാമ ചക്രവർത്തി ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പോലെ തന്നെ പറയാൻ സാധിക്കും, എന്താണ് ഒരു മാതൃകാ ചക്രവർത്തിയായിരുന്നു. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു കൂടെ എന്താണ് അദ്ദേഹത്തിന്റെ പരിത്യാഗത്തിലാണ്. കാരണം അദ്ദേഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈതന്യ ചരിതം എടുത്ത് വായിച്ചാൽ കാണാൻ സാധിക്കും, അദ്ദേഹം വെറും ഒരു 24 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം ഒരു സൗന്ദര്യവതിയായ ഒരു ഭാര്യയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ച്, അദ്ദേഹം പ്രജനനാർത്ഥം അദ്ദേഹം സന്യാസം സ്വീകരിച്ച് അദ്ദേഹം കലിയുഗത്തിൽ അദ്ദേഹം പ്രജനനം ചെയ്യുന്നു. അപ്പോൾ സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ കലിയുഗത്തിൽ സന്യാസം എടുക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്കറിയാം, ഒരു വ്യക്തിക്ക് എന്താണ്, ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാണ്. ഒരു വ്യക്തിക്ക് ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രചരണാർത്ഥമാണ് അദ്ദേഹം എടുത്തത്. അപ്പം അല്ലാതെ ഞാനൊരു വലിയ സന്യാസിയാണ് കാണിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം പ്രചരണാർത്ഥം അദ്ദേഹം സന്യാസം എടുത്താണ് അദ്ദേഹം പ്രചരിച്ച് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ വന്നതും ഒരുപാട് ഭക്തന്മാർക്ക് കൃഷ്ണാവതം പ്രചരിപ്പിച്ചതും. അപ്പൊ അങ്ങനെ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ത്യാഗത്തിന്റെ ഒരു പെർസോണിഫിക്കേഷൻ ആണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം. ഇനിയും സമയം ഒരു 2 പാരഗ്രാഫ് കൂടിയുണ്ട്. വേദാന്ത പഠനം ചെയ്യുന്നവരുടെ ആത്യന്തിക ലക്ഷ്യം നിരാകാര ബ്രഹ്മവും അഷ്ടാംഗ യോഗികളുടെ ലക്ഷ്യം പരമാത്മാവാകുന്നു. പരമതി വിഭവത്വപുരുഷനെ ഭഗവാനെ അറിയുന്ന ഒരുവൻ ബ്രഹ്മ പരമാത്മാ സാക്ഷാത്കാരങ്ങളെ അതിക്രമിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരമനിരപേക്ഷ ജ്ഞാനത്തിന്റെ അന്തിമ വിധാനം ഭഗവാനാകുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പം എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഭഗവാൻ സാക്ഷാത്കാരം. ഭഗവാനെ സാക്ഷാത്കരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ ബ്രഹ്മസാക്ഷാത്കാരവും പരമാത്മാ സാക്ഷാത്കാരവും ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരമദിവോത്തമ പുരുഷനായ ഭഗവാൻ സച്ചിത് ആനന്ദ നിത്യത്വം ജ്ഞാനം ആനന്ദം സ്വരൂപനാണ്. സമ്പൂർണ്ണതയുടെ സദ്ഭാവം നിത്യത്വം മാത്രം സാക്ഷാത്കരിക്കുന്നതിലൂടെ ഒരുവന് നിരാകാര ബ്രഹ്മ സാക്ഷാത്കാരം ലഭിക്കുന്നു. പരിപൂർണതയുടെ ചിത് പൂർണ്ണജ്ഞാനം ഭാവത്തിന്റെയും സാക്ഷാത്കാരത്തിലൂടെ ഒരുവന് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. എന്നാൽ പരിപൂർണതയുടെ ഈ ഭാഗിക സാക്ഷാത്കാരങ്ങളൊന്നും ഒരുവന് ആനന്ദപൂർണത സാക്ഷാത്കരിക്കാൻ സഹായകമല്ല. അത്തരത്തിലുള്ള ആനന്ദത്തിന്റെ സാക്ഷാത്കാരം കൂടാതെ ഉള്ള നിരപേക്ഷ സത്യത്തിന്റെ അറിവ് അപൂർണമാണ്. അപ്പം എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സാക്ഷാത്കാരങ്ങൾ അപൂർണം എന്ന് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, സച്ചിത് ആനന്ദ അല്ലെ 3 കാര്യങ്ങളാണ്. അപ്പം സത് എന്ന് പറഞ്ഞ നിത്യത്വം എന്നെന്നും ഉള്ളത്, പിന്നെ ചിത് എന്ന് പറയുന്ന ജ്ഞാനം, ആനന്ദം അല്ലെ, നമ്മളെല്ലാ ജീവാത്മാക്കളും സച്ചിദാനന്ദ സ്വരൂപമയമാണ് അല്ലെ. ഭഗവാൻ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം. അപ്പൊ അതിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാണ്. ഭഗവാൻ ഒരു പുരുഷനാണ്, പരമപുരുഷനാണെന്നുള്ള കാര്യം പറയുന്നു. അപ്പം ഈ സച്ചിത് ആനന്ദ എന്ന ഈ കാര്യങ്ങളെ ഇതിനെ നമുക്ക് എങ്ങനെ സാക്ഷാത്കാരത്തിന്റെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം. അപ്പം ഒരു വ്യക്തി അവ്യക്തിഗത ബ്രഹ്മത്തിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഭഗവാന്റെ സത് എന്ന ആ ഒരു ക്വാളിറ്റിയാണ് മനസ്സിലാക്കുന്നത്, ഗുണങ്ങളെയാണ്. എന്താണ് സത് നിത്യത്വമാണ്. അപ്പോൾ ഭഗവാന്റെ ആ ബ്രഹ്മം എന്ന് പറയുന്നത് നിത്യത്വമാണെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. അപ്പൊ നിരാകാര ബ്രഹ്മ സാക്ഷാത്കാരമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്, സത് എന്ന ആ ഒരു ക്വാളിറ്റിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. പിന്നെ അടുത്താണ് ചിത്ത് എന്ന് പറയുന്നത്. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, പൂർണ്ണ ജ്ഞാനം. അപ്പം ഈ ഒരു ചിത് ഭാവത്തിന്റെ സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പം അവര് സത്തിനും ചിത്തിനും സത്തിനെ സാക്ഷാത്കരിക്കുന്ന വ്യക്തിയാണ് എന്താണ് നമുക്കറിയാം അവ്യക്തിഗത ബ്രഹ്മവാദി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ രണ്ടാമത് ചിത്ത് അല്ലെങ്കിൽ ജ്ഞാനത്തിനെ പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കുന്ന വ്യക്തിയാണ് നമുക്കിവിടെ നമ്മൾ പറയുന്ന ഈ ഒരു പരമാത്മാ സാക്ഷാത്കരിക്കുന്ന വ്യക്തി. പിന്നെ മൂന്നുമായിട്ട് ഇതൊക്കെ ഭാഗികമായിട്ടുള്ള സാക്ഷാത്കാരമാണ്. പരിപൂർണ്ണ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതാണ്. അതാണ് ഒരു ഭക്തൻ സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ ഭക്തന് സച്ചിത് ആനന്ദ അതിന് മൂന്നിനും സാക്ഷാത്കാരം നേടിയ വ്യക്തിയാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭക്തൻ യോഗിന അഭിസർവേഷ മദ്ഗതേ അന്തരാത്മന അല്ലെ. അപ്പൊ എന്താണ് ഏറ്റവും വലിയ യോഗി എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്ന ആരാണ്? ഭക്തനാണെന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഒരു ഭക്തൻ സാക്ഷാത്കരിക്കുന്നത് എന്താണ്? സത്തിനും ചിത്തിനും ആനന്ദനും. അതായത് ഭഗവാന്റെ വ്യക്തിഗത ബ്രഹ്മത്തിനെയും പരമാത്മാവിനെയും ഭഗവാൻ എന്ന വ്യക്തിയെയും പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കുന്ന വ്യക്തിയാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ള അറിവുകൾ അപൂർണമാണ്. നമ്മൾ പരമാത്മാ സാക്ഷാത്കാരമായിട്ട് ആകട്ടെ അല്ലെങ്കിൽ
ബ്രഹ്മ സാക്ഷാത്കാരമാവട്ടെ, അതൊക്കെ അപൂർണമാണ്. കാരണം അതിൽ പൂർണ്ണമായിട്ടും അവർക്ക് ഭഗവാന് ആയിട്ടുമുള്ള ഭഗവാൻ ആരാണെന്നും ഭഗവാനായിട്ടുള്ള ആ പരമഭയ ബന്ധവും സേവനവും ഒക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അത് ഒരു വ്യക്തി ഭഗവാനെ പൂർണ്ണമായിട്ടും ഭഗവാൻ എന്ന് പറയുന്ന പരമദൈവത്തെ കുറിച്ച് ഭഗവാൻ കൃഷ്ണനാണെന്നുള്ള ആ സാക്ഷാത്കാരം വരുമ്പോഴാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുക. ഇനി അവസാനമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ള പാരഗ്രാഫ് കൂടി ഉണ്ട് ഇതില്. കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമിയുടെ ചൈതന്യ ചരിതാമത്തിലെ ഈ ശ്ലോകം ജീവ ഗോസ്വാമിയുടെ തത്വ സന്ദർഭത്തിലെ ഒരു സമാന ശ്ലോകത്താൽ സ്ഥിരീകരിക്കപ്പെടുന്നു. പരമസത്യത്തെ ചിലപ്പോൾ അവ്യക്തിഗത ബ്രഹ്മമായും സമീപിക്കുമെങ്കിലും അത് ആധ്യാത്മികമാണെങ്കിലും പരമസത്യത്തിന്റെ ഒരു ഭാഗികമായ പ്രാതിനിധ്യം മാത്രമാണെന്ന് തത്വസന്ദർഭത്തിന്റെ 9ാം ഭാഗത്തിൽ പറയുന്നു. വൈകുണ്ഠാധീശനായ നാരായണൻ ശ്രീകൃഷ്ണന്റെ ഒരു വിസ്തരണമായി അറിയപ്പെടുന്നു. എന്നാൽ ശ്രീകൃഷ്ണനാണ് പരമനിരപേക്ഷ സത്യം. അവിടുന്നാണ് ജീവാത്മാക്കളുടെ ദിവ്യപ്രേമത്തിന്റെ വസ്തു. അപ്പൊ ഇവിടെ എന്താണ്? ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഒരു ആചാര്യൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി അദ്ദേഹം റെഫർ ചെയ്ത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉയർന്ന ഒരു ആചാര്യൻ നിന്ന് ആണ് അവരെടുത്ത് പറയുന്നത്. ഒരിക്കലും അവരുടെ സ്വന്തമായിട്ട് അഭിപ്രായം പറയില്ല. അപ്പൊ ഇവിടെയും നമുക്കറിയാം, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എന്താ ചെയ്യുന്നത്? അദ്ദേഹം ജീവഗോസ്വാമിയുടെ തത്വസന്ദർഭം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ജീവഗോസ്വാമി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ്, ഒരു ശ്ലോകത്തിൽ നിന്നാണ് എടുത്തിട്ടാണ് ഈ എക്സ്പ്ലനേഷൻ അദ്ദേഹം തരുന്നത്. അപ്പൊ അതിലും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരാണ്. അപ്പം നമുക്കറിയാം, അവ്യക്തിഗത ബ്രഹ്മം അല്ലെങ്കിൽ പരമശാസ്ത്രകാരൻ എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമല്ല, അത് ഭാഗികമായിട്ടൊരു പ്രാതിനിധ്യമാണ്. അപ്പൊ അതിലും വളരെ വ്യക്തമായിട്ടും പറയുന്ന എന്താണ് കൺക്ലൂഷൻ ആയിട്ട്, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പരമദിവ്യത്വ പുരുഷൻ എന്നും ആ ഭഗവാനിൽ നിന്നാണ് ഈവൻ ബാക്കിയുള്ള നാരായണ എക്സ്പാൻഷൻസും ബാക്കിയൊക്കെ വരുന്നത്. അപ്പം ആ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ആരാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാവരും ആരാധിക്കുന്നത് തുല്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന്റെ വേരിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ഒരു വ്യക്തി ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലുള്ള ബാക്കിയുള്ള ഒരു രീതിയിലുള്ള നമുക്കുള്ള ഒരു കടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഗവത്തിലെ ശ്ലോകത്തിൽ നാരദ മുനി പറഞ്ഞു കൊടുക്കുന്നത്, ആക്ച്വലി യുധിഷ്ഠിര മഹാരാജൻ, അതായത് ആ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, ഒരു ശ്ലോകത്തിൽ അത് പറയുന്നതാണ്. ആക്ച്വലി അദ്ദേഹത്തിന് വേറെ ദേവർഷി ഭൂതാത്തർനാം പൃഥിർനാം ന കിങ്കരോ ന്യായം നീച്ച രാജൻ സർവാഹരണ്യ ശരണം ഗതോ മുകുന്ദ പരിഹർത്ത കർത്തും. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഋണങ്ങൾ, അതായത് നമുക്ക് ഡെപ്റ്റ് അല്ലെങ്കിൽ കടങ്ങളുണ്ട് അല്ലെ. നമുക്ക് ദേവന്മാരുടെ ഋഷികളടുത്തും ദൈവങ്ങളടുത്തും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാരത്തും ഗുരുവര്യന്മാരത്തും ഒരുപാട് കടം നമുക്കുണ്ട്. അപ്പൊ ആ കടങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ജന്മജന്മങ്ങൾ എടുത്താൽ നമുക്ക് വീട്ടാൻ പറ്റില്ല. പക്ഷെ എന്താ നമുക്ക് ചെയ്യാം? നമുക്ക് എന്താണ്, നമുക്ക് ഇങ്കരോനാണ് നീചരാജൻ സർവാഹരണം ശരണം ഗതോ മുകുന്ദ പരിഹർത്ത കർത്തും. അപ്പൊ ഏതൊരു വ്യക്തിയാണോ മുകുന്ദൻ, അതായത് ആരാണോ മോക്ഷപ്രദായകനായ മുകുന്ദന് സേവനം ചെയ്യുന്നത്, അദ്ദേഹത്തിന് സേവനം ചെയ്ത് ഭക്തിയുടെ സേവനം ചെയ്യുന്നത്, ആ ഒരു വ്യക്തി സേവനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എല്ലാ കടങ്ങളും വീട്ടപ്പെടുന്നു എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു വ്യക്തി, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണനെ പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ സേവനം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? നമ്മൾ നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ ഒരു ലളിതമായിട്ടുള്ളൊരു ഒരു പ്രോസസ്സാണ് അല്ലെ, ഒരു പദ്ധതിയാണ് നമുക്ക് ഇവിടെ ചൈതന്യ മഹാപ്രഭു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടും ഭഗവാൻ തിരുനാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഭഗവാൻ സേവനം ചെയ്യാനുള്ള അവസരം ഭക്തന്മാർക്ക് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയാണോ ആ ഒരു രീതിയിൽ ഭഗവാൻ തിരുനാമങ്ങൾ ജപിച്ച് ഭഗവാൻ സേവനം ചെയ്യുന്നത്, അങ്ങനെ ഒരു വ്യക്തിക്ക് യാതൊരു രീതിയിലുള്ള കടം ഈ ലോകത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു വിശ്വാസമാണ് നമുക്ക് ശീലപ്രഭുവിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്നത്. ഏതൊരു വ്യക്തിയാണ് നിരന്തരം ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, ആ വ്യക്തിക്ക് ആ വിശ്വാസത്തിനെ മനസ്സിലാക്കി ആ ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഭക്തിയുത സേവനത്തിൽ നിരതനായി അദ്ദേഹത്തിന് ഈ ഒരു ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള പരിപൂർണ്ണ നേടിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരാമതം കി ജയ്, ശീല പ്രഭുപാദ് കി ജയ്. നമുക്ക് 1-2 മിനിറ്റ് ടൈം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ശരിക്കും മനസ്സിലായി ഓരോന്നെടുത്തപ്പോൾ. ഹരേ താങ്ക് യു, കൃഷ്ണ. നന്നായിട്ട് എടുത്തു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 2-ാമത്തെ 7-ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടും ഈ 3 സാക്ഷാത്കാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് മാജി. അപ്പം പറ്റുകയാണെങ്കിൽ അത് വായിച്ചു നോക്കാം. അപ്പൊ അതില് അതറിയാം. അതിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി പ്രഭു. ഹരേ മാതാജി. കൃഷ്ണ. അപ്പം ശീല പ്രഭുപാദ് പലപ്പോഴും നമുക്ക് പല പല എക്സാമ്പിൾസ് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു മാജി. കാരണം കലിയുഗത്തിൽ നമ്മളൊക്കെ എന്താ പറയാ, പൊതുവെ നമ്മുടെ ബുദ്ധി അത്രയും എന്താ പറയാ, നമുക്ക് വളരെ മന്ദബുദ്ധിമാര് പോലെയാണ് നമ്മളെല്ലാവരും ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ.
നമുക്ക് അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ പ്രഭുപാദിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നത്. എല്ലാ ഹരേ കൃഷ്ണ. പ്രഭുപാദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഈശോപനിഷത്തിന്റെ ധ്യാന ശ്ലോകത്തിലും ഈ 3 സാക്ഷാത്കാരങ്ങളെ കുറിച്ച് പറയുന്നു. ശരി, കറക്റ്റാണ് മാതാജി. അപ്പൊ അതിലും ഈ ഒരു മാതാജി പറഞ്ഞ പോലെ തന്നെ ഈ ശ്ലോകത്തിനെ പറ്റി ഈശോപനിഷത്തിലും പറയുന്നുണ്ട്, ധ്യാന ശ്ലോകത്തിലും. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ഓക്കെ മാതാജി. താങ്ക് യു മാതാജി. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ നന്ദി. എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ ഡെയിലി പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.